നമസ്തേ. കഥകളത്തി സാഗരം എന്ന നമ്മുടെ ചാനലിലേക്ക് വരൂ. ഇന്ന് ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ് ഈ റെസിപ്പി? എന്നെ പോലെ തന്നെ പല പ്രാവശ്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കാം. ആകട്ടെ, ഞാൻ എന്നാലും ഈ പാചകം ഒന്ന് അവതരിപ്പിച്ചോട്ടെ. എനിക്ക് ഈ ഉണ്ടാക്കിയ സാധനം ആർക്കെങ്കിലുമൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കണം. അതിപ്പോൾ നിങ്ങൾക്കല്ലാണ്ട് ഞാൻ ആർക്കാ തരണത്? റെസിപ്പിയിലേക്ക് പോകാം. ഇപ്പോൾ ധാരാളം ചക്കയും മാങ്ങയൊക്കെ ഉള്ള കാലമല്ലേ. ഞാൻ ചക്ക കൊണ്ടുണ്ടാക്കുന്നു. ഈ ചക്കയുള്ള കാലത്ത് പല വിധത്തിലും ചക്ക സൂക്ഷിച്ച് വയ്ക്കും, ഇല്ലാത്ത കാലത്തേക്ക് വേണ്ടി. എങ്ങനെയൊക്കെ? കുറേ പേര് വറുത്തൊക്കെ വയ്ക്കും, കുറച്ച് പേര് ചക്ക കുരുവൊക്കെ സൂക്ഷിച്ച് വയ്ക്കും. വേറെ ചില ഇപ്പൊരുട്ടം വിദ്യകളൊക്കെ പറയുന്നുണ്ട് യൂട്യൂബിൽ. ഇതിലൊക്കെ പച്ചച്ചുള ഉപ്പ് പുരട്ടി ഫ്രീസറിൽ വെച്ചാൽ ചക്കച്ചുള പച്ചക്കിരിക്കും എന്നൊക്കെ. ഞാൻ പരീക്ഷിച്ചിട്ടില്ല കേട്ടോ. ശരിയായിരിക്കാം, നോക്കാം, വിരോധമില്ല. ചക്ക കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കും. കുറച്ച് നാൾ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പഴുത്ത ചക്ക കൊണ്ടുള്ളൊരു വിഭവമാണ് ഞാൻ ഇന്നും ഉണ്ടാക്കുന്നത്. നമ്മൾ ചക്ക വരട്ടി സൂക്ഷിച്ച് വയ്ക്കാറില്ലേ? അതുകൊണ്ട് ചക്കപ്പഴം ചേർത്ത് അടയുണ്ടാക്കാം, ചക്ക പ്രഥമനുണ്ടാക്കാം, കൂടാതെ അരിപ്പൊടിയും അതും കൂടെ ചേർത്ത് അരിയുണ്ട ഉണ്ടാക്കാം, ചക്ക ഇതുണ്ടാക്കാൻ പറ്റും. പിന്നീട് ചക്ക കൊണ്ട് ഉണ്ടാക്കുന്ന ഒരിത്, ബ്രെഡുമ്മ ഈ ചക്ക പുരട്ടിയത് ജാം തേക്കണ പോലെ പുരട്ടി അങ്ങനെയും കഴിക്കാം. ചക്ക വരട്ടിയത് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും വേണ്ട. മൈക്രോവേവ് ഉള്ളവർക്കാണെങ്കിൽ ഒന്ന് കുറച്ചങ്ങോട്ട് എടുത്തു, ഒരു 2-3 സ്പൂൺ അങ്ങോട്ട് എടുത്തു, ഒരു പാത്രത്തിൽ വെച്ച് ഒരു മിനിറ്റ് അങ്ങോട്ട് ചൂടാക്കി, അത് ചൂട്ടൻ ചക്ക വരട്ടിയത് അങ്ങനെ തന്നെ കഴിക്കണതും രുചി തന്നെയാണെന്നേ. ഇത് ഉണ്ടാക്കുന്ന വിധം: പഴുത്ത ചക്ക ചുള പറിക്കുക, കുരു കളയണം, ചവണി കളയണം, ഒന്നങ്ങോട്ട് കീറുക. അങ്ങനെ ഒരുക്കിയ ചക്ക ഞാൻ ചെയ്യാറുള്ളത് അങ്ങനെയാണ് കേട്ടോ. വിധ പറയണത്: ഇഡ്ഡലി പാത്രത്തിൽ അടയൊക്കെ പുഴുങ്ങണ പുഴുങ്ങുന്ന ആ തട്ടങ്ങോട്ട് വെച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിലത്തെ വെള്ളമൊക്കെ അങ്ങോട്ട് പോവില്ലേ പിന്നെ. അപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ട് ഇത് തീ കത്തിച്ച് കഴിഞ്ഞാൽ ഉടനെ ആവി അങ്ങോട്ട് കയറി വരുമ്പോഴേക്കും ഒരു 5-10 മിനിറ്റ് ഈ വെള്ളം തിളച്ച ആവി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അടച്ചു വയ്ക്കും. അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരും. അതിലിരുന്നത് അസലായിട്ട് അങ്ങോട്ട് വെന്ത ഈ ചക്ക ഞാൻ നല്ലൊരു ഉരുളി അങ്ങോട്ട് കഴുകി വിറകടുപ്പത്താട്ടോ ഞാൻ ചക്ക വരട്ടാറ്. അരി വെക്കണത് ഞാൻ വിറകടുപ്പത്താണ്. അപ്പോൾ ആ അരിയെ വാർത്ത് കഴിഞ്ഞാൽ ചൂടത്ത് ഈ ഉരുളിയെ വയ്ക്കും. ഈ ചക്ക വേവിച്ച് വെച്ചേക്കുന്നത് മിക്സിയിൽ ഇട്ടിട്ട് ഒരടിയങ്ങൾ അടിക്കുമ്പോൾ അരയ്ക്കണ ബ്ലേഡല്ല കേട്ടോ ഞാൻ ഇടാറ്. അരയ്ക്കല്ല വേണ്ടേ, ഇതിൻ്റെ നാരുകളൊക്കെ മുറിഞ്ഞങ്ങോട്ട് യോജിക്കണം. അതുകൊണ്ട് അല്പം ബാക്കിലേക്ക് തിരിച്ച് അതങ്ങോട്ട് കറക്കും, മിക്സിയെ കറക്കും. എന്നിട്ട് അത് ഈ ഉരുളിയിലേക്ക് ഇടും. പൊടിച്ച ശർക്കരയും അതിലേക്കിടും. രണ്ടും കൂടി അങ്ങോട്ട് ഇളക്കി യോജിച്ച് പതുക്കെ ഈ ചൂടത്ത് ഇടയ്ക്കൊരു കൊള്ളിയെന്നോ തള്ളി വയ്ക്കുക, അങ്ങോട്ട് പോകും. അതങ്ങനെ ചൂടത്തിരിക്കുക. ചൂട് തീ കിടന്നില്ലല്ലോ, കനലിങ്ങനെ കിടക്കില്ലേ അടുപ്പില്ലേ. അങ്ങനെ മറിച്ചിട്ട് ഒരുമാതിരി അങ്ങോട്ട് വരണ്ട് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ആദ്യം തന്നെ ഒരു 1/2 സ്പൂൺ സ്വകാര്യ കേട്ടോ, ഈ മധുരം എടുത്ത് കാണിക്കണമെങ്കിൽ ഇത്തിരി ഉപ്പ് വേണം. ഇത്തിരി ഉപ്പ് അങ്ങോട്ട് ഇടും. പിന്നെ ചുക്കും ജീരകവും പൊടിച്ചത് അതും അങ്ങോട്ട് ഇടും. പിന്നെ നല്ല നെയ്യ്, ഉരുക്ക് നെയ്യ്, ഇത്തിരി 2-3 സ്പൂൺ നെയ്യും അങ്ങോട്ട് ഒഴിക്കും. എന്നിട്ട് അങ്ങോട്ട് വരണ്ട് പതുക്കെ. ഇനിയിപ്പോൾ അന്ന് തന്നെ അങ്ങോട്ട് ആയില്ല വെച്ചാൽ അബദ്ധമൊന്നുമില്ല, അടച്ചവിടെ വയ്ക്കുക. പിറ്റേ ദിവസം അതുപോലെ നമ്മൾ അടുപ്പ് കത്തിക്കുമല്ലോ, തീ നല്ല കനൽ പുറത്ത് ഇതൊന്നുകൂടെ കയറ്റി വയ്ക്കുക. നല്ല മുറുക്കനായിട്ട് സൂപ്പറായിട്ട് ചക്ക വരട്ടിയത് വരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ചക്ക വരട്ടി ഞാൻ കുറച്ചൊക്കെ വരട്ടി വെച്ചിട്ടുമുണ്ട് കേട്ടോ. അത്യാവശ്യം ഇവിടെ വരുന്നവർക്കും പറ്റിയ ആൾക്കാർക്കൊക്കെ കൊടുക്കും. ഇവിടെ ചിലപ്പോൾ അടയുണ്ടാക്കും, പായസം ഉണ്ടാക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ചിലപ്പോൾ വെറുതെ ഇതിലാണ്. ഇത് നോക്കൂ, കാണാനുണ്ട്. ഇത് ചക്ക വരട്ടിയതാണ് കേട്ടോ. തേങ്ങാപ്പുളി ഞാനിങ്ങനെ കാവടി പോലെ തേങ്ങ അതിങ്ങനെയൊന്നും പുളി എന്തെങ്കിലും ഒരു അലങ്കാരം വേണ്ടേ നമുക്ക്. വെച്ചു. പിന്നെ 2 ബദാം ഒരു കുപ്പിക്കകത്തിരിക്കണം, അതിനെ അങ്ങോട്ട് നിരത്തി വെച്ചു. ഇതാണ് അലങ്കാരം. പിന്നെ ചക്ക വരട്ടിയത് ഒരു സ്പൂണും വെച്ചിട്ടുണ്ട്. നോക്കൂ, ഞാൻ കൈ നെട്ടിയോളൂ കേട്ടോ, ഞാൻ അങ്ങോട്ട് തരാം. എടുത്ത് നോക്കൂ. ഇത്തിരി ഞാനും കഴിച്ചു നോക്കട്ടെ. നന്നായിട്ടുണ്ട്.
ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുകയല്ല. ചുക്കും ജീരകമൊക്കെ ഞാനോ നീ ഒന്നിച്ചിട്ട് ചുക്കും ജീരകത്തിൻ്റെ സ്വാദുണ്ട്, പാകത്തിന് മധുരം നന്നായിട്ടുണ്ട്. ഇത് ഈ ചക്ക വരട്ടിയതും കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത ഇലയിൽ പരത്തി കഴിഞ്ഞ് അടയുണ്ടാക്കാം. ഇല്ലെങ്കിൽ ഈ ഉരുളിക്കകത്തേക്ക് ഇതാ വയ്ക്കുക, ഇത് ഉരുകി വരെ തേങ്ങാപ്പാൽ ഒഴിക്കുക, 2-ാം പാൽ ഇതങ്ങോട്ട് അലിഞ്ഞ് പിടിച്ച് വന്നാൽ. ഞാനൊരിക്കൽ കേരള വിഷൻ എന്ന് പറയുന്ന ഒരു ചാനലിലേക്ക് 5 മിനിറ്റ് കൊണ്ടൊരു പ്രഥമൻ എന്ന് പറഞ്ഞാൽ ഈ ചക്ക വരട്ടിയതും തേങ്ങാപ്പാലും വെച്ചിട്ട് 5 മിനിറ്റ് ഇത്തിരി തേങ്ങ അതുപോലെ പൊടിയിട്ടുള്ളത് കൊത്തി പൊടിയായിട്ട് അരിഞ്ഞ് വറുത്തതും കൂടിയൊക്കെ ചേർത്ത് ചക്കപ്രഥമൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുമല്ല, ഒരു 8-9 കൊല്ലം മുമ്പൊക്കെയാണെന്നാണ് തോന്നണേ. ഒരു കേരള വിഷൻ ഓണക്കാലത്ത് പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി റെസിപ്പി അയക്കാൻ പറഞ്ഞു. റെസിപ്പി കൊടുത്തു, ഉണ്ടാക്കി അയക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വക ഞാൻ വിളമ്പുന്ന വിഭവം ചക്കപ്രഥമൻ. ചക്കപ്രഥമൻ ഉണ്ടാക്കുന്ന ചക്ക വരട്ടിയതാണ് കേട്ടോ, ഇത് പ്രഥമനായിട്ടില്ല. അപ്പം ചക്ക വരട്ടിയത് എൻ്റെ ഇന്നത്തെ വിഭവം, ചക്ക വരട്ടിയത്. ഇനി ഇതുകൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ പുറകെ പിന്നീട് ആവാം. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ചക്ക വരട്ടിയത് ഞാൻ ഉണ്ടാക്കിയതിൻ്റെ 4 ഇരട്ടി നിങ്ങളൊക്കെ ഉണ്ടാക്കി വീട്ടിൽ വെച്ചിട്ടുണ്ടാവും. വെറുതെ ഇരിക്കുമ്പോഴായാലും തിന്നതിൽ സ്വാദല്ലേ. ആരെങ്കിലും വിശേഷാൽ നമ്മുടെ അടുത്ത് വന്നു, ഇത് ഇത്തിരി അങ്ങോട്ട് എടുത്തു മൈക്രോവേവിൽ ചൂടാക്കി അവർക്കൊന്ന് കൊടുത്തു നോക്കൂ, എന്തൊരു സന്തോഷമാവും. തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഉണ്ടാക്കിയേ, അല്ലെങ്കിൽ എങ്ങനെയാണ് ചേച്ചി ഉണ്ടാക്കിയേ? ചിലർ പറയും ടീച്ചർക്ക് ഇതിനൊക്കെ എവിടെ നിന്നാണ് നേരം കിട്ടണേ. ഒക്കെ കിട്ടും നമ്മൾ വേണമെന്ന് വെച്ചാൽ. അപ്പം നിങ്ങളും ചക്ക വരട്ടും, കഴിയുന്നവർക്കൊക്കെ ഈ വിഭവം വിളമ്പും. കുടുംബത്തിലുള്ളവർക്ക് ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പ്രഥമനും വയ്ക്കുന്നേ. എല്ലാവർക്കും സന്തോഷം. ചക്കപ്രഥമൻ ഉണ്ടാക്കിയെന്ന് എന്നോടൊന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു സന്തോഷം കേട്ടോ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഇത് നമ്മുടെ ചാനലാണ് കേട്ടോ, കഥകളതിസാഗരം. എങ്ങനെയൊക്കെ ഇതിനെ വളർത്താമോ അങ്ങനെയൊക്കെ അങ്ങോട്ട് വളർത്തിക്കോളൂ. നന്ദി.